Hi Kirit Jain, welcome back to my channel. കേരഡ്സ് 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സാം ഡേറ്റ്, സെലക്ഷൻ പ്രോസസ്സ്, എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാ വർഷവും 2 തവണയാണ് വരുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നിരിക്കുകയാണ്, അതായത് 01/2027 ഇന്ത്യക്ക് നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാമും കഴിഞ്ഞു. 2 ദിവസം മുന്നെയാണ് റിസൾട്ടും വന്നത്. റിസൾട്ട് വന്ന ഉടനെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അടുത്ത നോട്ടിഫിക്കേഷൻ കൂടി ഔട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികളെ, നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ 01/2027 ഇൻടേക്കിൻ്റെ എക്സാം എഴുതിയതിന് ശേഷം ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടില്ല. അവർക്കെല്ലാവർക്കും വന്നിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സെക്കൻഡ് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ആദ്യത്തെ ഇൻടേക്കിൽ ട്രൈ ചെയ്തിട്ട് ഫെയിലായ ഒരു കേഡറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഈ ഒരു ഇൻടേക്കിലേക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാനായിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ നിങ്ങളും ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരഡ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു വീഡിയോയിൽ കൂടി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കേരളത്തിൽ നിന്നും എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്ന ഓരോ കുട്ടികളും അറിയേണ്ട എല്ലാ പോയിൻറ്റും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഏജ് ലിമിറ്റ്, എലിജിബിലിറ്റി, എക്സാം ഡേറ്റ്, ഇതേപോലെ തന്നെ മറ്റെല്ലാ അപ്ഡേറ്റും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. മറ്റൊരു കാര്യം, ഇന്ത്യൻ എയർഫോഴ്സ് ഏജ് ലിമിറ്റിൽ ഇവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. 22 വയസ്സ് വരെയുള്ളവർക്ക് തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു 1 ഇയറിൻ്റെ ഏജ് റിലാക്സേഷൻ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. 1 വർഷം ഏജ് റിലാക്സേഷൻ കിട്ടുമെന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് കോമ്പറ്റീഷൻ്റെ ലെവലും കൂടുന്നതായിരിക്കും. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കേഡറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സെക്കൻഡ് ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഏത് ഇൻടേക്കാണ്? 02/2027 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫോം ഫില്ലിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകുന്നത് എന്നതിനെക്കുറിച്ച്. കുട്ടികളെ നോക്കൂ, ജൂലൈ 6-നാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുന്നത്. ഈ ഒരു ഡേറ്റ് തീർച്ചയായും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇന്ത്യൻ എയർഫോഴ്സ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഇവർ നേരത്തെ അങ്ങ് ഔട്ട് ചെയ്യും. ആ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യുന്ന എന്തോത്തിനാണ്? നേരത്തെ എല്ലാ കേഡറ്റിനെയും ഇൻഫോം ചെയ്യിക്കുകയാണ്. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് എക്സാമുമായിട്ട് അധികം സമയം കാണത്തില്ല. എക്സാം ഡേറ്റ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. സെപ്റ്റംബർ 22-നും 23-നുമാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത്. ദിവസം വളരെ കുറവാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആന ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാലും മതി. നോക്കൂ കുട്ടികളെ, അപ്പോൾ എക്സാം ഡേറ്റ് എന്നാണ്? 2026 സെപ്റ്റംബർ 22-23-നാണ് സ്റ്റാർട്ടാവുന്നത്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടാവുന്നത് ജൂലൈ 6-നാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 26 ജൂലൈ ആണ്. ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇനി നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വെച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം. ഇവിടെ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. മുൻ വർഷങ്ങളിലെ കാര്യം പറയുകയാണെങ്കിൽ 01/2027 ഇൻടേക്കിലും ഇതേ രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഏജ് ലിമിറ്റ് കൂട്ടിയിരുന്നു. നേരത്തെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവിടെ ഏത് രീതിയിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയത്തില്ലേ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് കഴിഞ്ഞ ഇൻടേക്കിലും 1 ഇയർ ഏജ് റിലാക്സേഷൻ തന്നിരുന്നു. ഈ വർഷവും ഏജ് റിലാക്സേഷൻ തന്നിരുന്നു. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. ഈ ഒരു വീഡിയോയിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് അങ്ങ് നോക്കാം. നോക്കൂ കുട്ടികളെ, ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിലും ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 ജൂലൈ 2005-നും 1 ജനുവരി 2010-നും ഇടയിലായിരിക്കണം. ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ വർഷത്തിൽ ഈ ഡേറ്റിൽ ജനിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലായാലും എല്ലാ കുട്ടികൾക്കും ഈ ഡേറ്റിനിടയിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് 22 വയസ്സാക്കിയിട്ടുണ്ട്. ഇവിടെയും അത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇനി നിങ്ങൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യം. ഇതും ആരും മറക്കരുത്. 6 ജൂലൈയിൽ സ്റ്റാർട്ടാവും, 26 ജൂലൈയിൽ ക്ലോസ് ആവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, എയർഫോഴ്സിലേക്ക് 3 ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. എയർഫോഴ്സ് എക്സ്, വൈ, മെഡിക്കൽ അസിസ്റ്റൻറ്റ്. മെഡിക്കൽ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉടനെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് അത് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയുമാണ്. അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കൂ, എക്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ PCM പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. PCM എന്ന് പറഞ്ഞാൽ എന്താണ്? +2 നിങ്ങൾക്ക് സബ്ജക്റ്റായിട്ട് ഫിസിക്സ് ഉണ്ടായിരിക്കണം, കെമിസ്ട്രി ഉണ്ടായിരിക്കണം, മാത്സ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ സയൻസ് സബ്ജക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിലേക്ക്, അതായത് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾ PCM പഠിച്ച ഒരു കേഡറ്റ് ആയിരിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, പഠിച്ചിരുന്നാൽ മാത്രം പോരാ, +2 നിങ്ങൾക്ക് ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ഈ ഓവറോൾ 50%? അതായത് +2 എത്രയാണോ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് അതിൽ നിങ്ങൾക്ക് 50% ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിളായിട്ട് +2 നിങ്ങളുടെ ടോട്ടൽ മാർക്ക് 600 വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 300 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് എന്നൊരു ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം സെക്കൻഡ് വൈ ഗ്രൂപ്പിനെ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് പഠിച്ച കേഡറ്റുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, എന്താണ് വൈ ഗ്രൂപ്പ്? നിങ്ങൾക്ക് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. +2 നിങ്ങൾ ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. +2 പാസ്സായിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് സ്ട്രീമിൽ പഠിച്ച കേഡറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. സയൻസ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കണ്ടീഷനുണ്ട്, ഇവിടെയും ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ചില കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, സർ എന്തായാലും നോട്ടിഫിക്കേഷൻ എയർഫോഴ്സ് എക്സിൻ്റെയും വന്ന് വൈയുടെയും വന്ന്, അപ്പോൾ എനിക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്ക് രണ്ടിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കണ്ടീഷൻ എന്താണ്? എക്സിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം. വൈയിൽ അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം. പിന്നെ PCM പഠിച്ച കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും രണ്ടിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? രണ്ടിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരുമ്പോൾ അവിടെ ബോത്ത് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഒരു എക്സാം വരുന്നത്. ആ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ ആ ഫോം ഫില്ലിങ്ങിൽ തന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ടിക്ക് ചെയ്താൽ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് മാത്രം നിങ്ങൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഒരു മിസ്റ്റേക്കും വരാതെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യവും മനസ്സിലായിട്ടുണ്ട്. മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഹൈറ്റിൻ്റെ കാര്യം. നോക്കൂ കുട്ടികളെ, 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ചെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിനിമം 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതാണ് PST ടെസ്റ്റിൽ വരുന്നത്. ഹൈറ്റ് വളരെ കുറഞ്ഞ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെത്. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക. ഹൈറ്റ് നിങ്ങൾ 156, 158 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമിയിലേക്ക് പറ്റത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യവും എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് വിഷ്വൽ സ്റ്റാൻഡേർഡ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് കളർ വിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. CP2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് കുട്ടികളെ, കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിലേക്കും അതേപോലെ തന്നെ മറ്റ് ചില ഫോഴ്സിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു തരാം. ഈ കളർ വിഷൻ CP2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എയർഫോഴ്സിലേക്ക് പക്ഷേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 6/12 ആണെങ്കിലും നിങ്ങളുടെ ഐ വിഷ്വൽ അക്യൂരിറ്റി 6/12 ആണെങ്കിലും നിങ്ങൾക്ക് +2 ഡയോപ്റ്ററുള്ള ലെൻസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും -1 ഡയോപ്റ്ററുള്ള ലെൻസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഏതെങ്കിലും കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഐ ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതി. അദ്ദേഹം ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു തരുന്നതായിരിക്കും. കണ്ണാടി വെച്ച കുട്ടികൾക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്
ഓൺലൈൻ എക്സാം. ഇതാണ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടത്. നേവിയുടെ കാര്യം പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് 2 തവണ എക്സാം അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ സ്റ്റേജിൽ മാത്രം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. അതിനുശേഷം പിന്നെ നിങ്ങളുടെ വരുന്ന ഫിസിക്കലും SRTയും GDയുമാണ്. അപ്പോൾ സ്റ്റേജ് 1 എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എക്സാമാണ്. ഇവിടെ നിങ്ങൾക്ക് 60 മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. എക്സാം വരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇവിടെ നിങ്ങൾക്ക് കാണാം എയർഫോഴ്സ് വൈ ഗ്രൂപ്പ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ്, എക്സ് ഗ്രൂപ്പ്. എല്ലാ സിലബസ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും ഉണ്ട്. നോക്കൂ, എക്സ് ഗ്രൂപ്പിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. എത്രയാണ്? 20 ക്വസ്റ്റ്യൻ. ഫിസിക്സിൽ നിന്ന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. മാത്സിൽ നിന്ന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ടോട്ടൽ എത്രയായി? 70 ക്വസ്റ്റ്യനായി. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വരുന്നതായിരിക്കും. എക്സാം ഡ്യൂറേഷനോ 60 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ നിങ്ങളുടെ എക്സാം 70 ക്വസ്റ്റ്യൻ 70 മാർക്സിനാണ് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്? 0.25 ആണ്. അപ്പോൾ എക്സ് ഗ്രൂപ്പിൻ്റെ എക്സാം പാറ്റേൺ മനസ്സിലായല്ലോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് വൈ ഗ്രൂപ്പ് ആൻഡ് മെഡിക്കൽ അസിസ്റ്റൻറ്റ്. കുട്ടികളെ നോക്കൂ, വൈ ഗ്രൂപ്പിൻ്റെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. രാഗയിൽ നിന്ന് ടോട്ടൽ 30 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഈ രാഗ എന്ന് പറയുന്ന പോർഷനകത്ത് ഏതൊക്കെ സബ്ജക്റ്റാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. റീസണിംഗ് ഉണ്ട്. റീസണിങ്ങിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. മാത്സ് ഉണ്ട്. മാത്സിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. പിന്നെ GK ആൻഡ് GSൽ നിന്ന് 7 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇതാണ് രാഗ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വൈ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ രാഗ എന്നൊരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കണം. ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ. പിന്നെ ഈ ഒരു വൈ ഗ്രൂപ്പിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം ഡ്യൂറേഷൻ 45 മിനിറ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. ടോട്ടൽ ഇവിടെ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ഈ രീതിയിലാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വന്ന എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കേഡറ്റ് ഉണ്ടെങ്കിൽ ആ കേഡറ്റിന് ആദ്യം അറിയേണ്ടതാണ് ഏജ് ലിമിറ്റ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും, അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഹൈറ്റിൻ്റെ അപ്ഡേറ്റ്, അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഓൺലൈൻ എക്സാം. കാരണം എന്താണ്? ആദ്യത്തെ സ്റ്റേജ് എക്സാമാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും അറിഞ്ഞിരിക്കണം. അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ അക്കാഡമിയിലെ മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. എയർഫോഴ്സിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ്, പ്രീവിയസ് ഇൻടേക്കിൻ്റെ കാര്യം പറയുന്നതാണ് കേട്ടോ. പ്രീവിയസ് ഇൻടേക്കിൻ്റെ കാര്യമാണ്. ഇത്രയും കുട്ടികൾക്ക് ഇവിടെയും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ കഴിഞ്ഞ ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് 01/2027 ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടികൾ നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റ് ബാച്ചിലാക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ സ്റ്റേജ് 1 ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 2 നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിൻ്റെ ഫീസാണ്, വൈയുടെ ഫീസാണ്, മെഡിക്കൽ അസിസ്റ്റൻ്റെ ഫീസാണ്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം കൂടി ഇനി പറയാനുണ്ട്. ഈ ഒരു ഫീസിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ SRTയും GDയുടെയും ട്രെയിനിങ് ലഭിക്കാൻ പോകുന്നത്. സ്റ്റേജ് 1 പാസ്സായതിനു ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. സ്റ്റേജ് 2ൻ്റെയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു ഇൻടേക്കിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ സെറ്റ് ചെയ്യണം. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി നിങ്ങൾ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ടായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ടൈം ലഭിക്കത്തില്ല. കവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 01/2027 ഇൻടേക്കിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് കണ്ടു കാണും. ഓരോ വർഷം കൂടുന്തോറും ഓരോ ഇൻടേക്ക് കഴിയും തോറും കട്ട് ഓഫിൻ്റെ ലെവൽ കൂടി വരികയാണ്. കാരണം ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാണ്. എയർഫോഴ്സിൻ്റെയും നേവിയുടെയൊക്കെ അവയർനെസ് നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മിക്ക കുട്ടികളും ഈ ഒരു ലെവലിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും റൈറ്റ് ടൈമിൽ പ്രോപ്പറായിട്ട് തയ്യാറെടുത്ത് മുന്നോട്ട് പോയാൽ അടുത്ത ചാൻസിലേക്ക് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജൂൺ 15-നാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും ലഭിക്കുന്നത്. അതായത് ആ ഒരു ഡ്യൂറേഷനിലെടുത്ത റെക്കോർഡഡ് ക്ലാസ്സുകൾ. എന്തായാലും നമ്മൾ സിലബസ് എല്ലാം തന്നെ സെപ്റ്റംബർ 10 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എക്സിൻ്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ചാൻസ് ഒട്ടും മിസ് ചെയ്യരുത്.
ഡിഫൻസ് ജോബ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പറിലേക്ക്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, കോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളിലും ഈ ഒരു വീഡിയോ എത്തിയിരിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.